കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അന്വേഷണത്തിന്റെ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ സമയം നീട്ടി നൽകി കോടതി. സാവകാശം വേണമെന്ന പോലീസിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഈ മാസം 25-ന് മുൻപ് അന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറിയും കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. കോഴിക്കോട് നിന്നും അനിൽക സെയ്ദാണ് വിവരങ്ങളുമായുള്ളത്. അനിൽക, എന്തെല്ലാമാണ് കോടതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ? വടകര സ്ക്രീൻഷോട്ട് വിവാദം ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ തിരഞ്ഞെടുപ്പ് മുമ്പ് ശേഷം വളരെ വിവാദമായിട്ടുള്ള ഒന്നായിരുന്നു. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലെത്തിയ സമയത്ത് ഇന്ന് രാവിലെ, അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടും അതേപോലെ തന്നെ കേസിനെയും ഹാജരാക്കാൻ സമയം കൂടുതൽ അനുവദിക്കണമെന്നൊരു ആവശ്യം കോടതിക്ക് മുമ്പാകെ പോലീസ് വെച്ചിരുന്നു. എന്നാൽ കോടതി, വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസ് അന്ത്യശാസനം നൽകിയിരുന്നു. ഇന്ന് തന്നെ കേസേരെയും ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ മൊത്തം റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് പറഞ്ഞ് കോടതി അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കോടതി കേസ് പരിഗണിച്ചപ്പോൾ പോലീസിന്റെ വാദം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. അതായത് ഈ മാസം 25-ന് മുമ്പ് പോലീസ് കേസേറിയും അതേപോലെ തന്നെ ഇതുവരെയുള്ള അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 29-ാം തീയതി, ഈ മാസം 29-ാം തീയതി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള വാദം നടക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2 ആഴ്ച മുമ്പാണ് കോടതി ഇത്തരത്തിലൊരു ആവശ്യം പോലീസിന്റെ അടുത്ത് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായിട്ട് വടകര ഈ സ്ക്രീൻഷോട്ട് വിവാദമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദം നിലനിന്നിരുന്നു. അതായത് ഇതിൽ പ്രതിയായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണന്റെ ഫോണിന്റെ ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇതിൽ മുമ്പ് പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടിരുന്ന മുഹമ്മദ് ഖാസിം, MSF നേതാവായിരുന്ന മുഹമ്മദ് ഖാസിമിന് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഫോണിന്റെ ഫോറൻസിക് റിപ്പോർട്ടും പോലീസിന് ലഭ്യമായിരുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ കോടതി അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ കോടതി ഉച്ചയ്ക്ക് 2:30 ശേഷം കേസ് പരിഗണിച്ചപ്പോൾ ഈ പോലീസിന്റെ വാദങ്ങൾ, അതായത് 25-നുള്ളിൽ ഈ റിപ്പോർട്ട് ഹാജരാക്കാൻ സമയം അനുവദിച്ചു കൊടുക്കുകയും വിശദമായിട്ടുള്ള വാദം 20:50-ന് നടക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചത്. ഇതിൽ ഹർജിക്കാരന് വേണ്ടി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും അഭിഭാഷകനുമായിട്ടുള്ള മുഹമ്മദ് ഷാ ആണ് ഹാജരായിട്ടുള്ളത്. ലാൽകൃഷ്ണ. ശരി, അനിൽക സെയ്ദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.